ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8 ബുധനാഴ്ചയാണ്. വാൾ സ്ട്രീറ്റിലേക്ക് വന്നാൽ ഡൗ ജോൺസ് തുടർച്ചയായ 5ാമത്തെ ദിവസവും S&P 500 തുടർച്ചയായ 4ാമത്തെ ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ റിസൾട്ടുകൾക്ക് ശേഷം വാൾട്ട് ഡിസ്നി 9.5% ഇടിഞ്ഞു. കൂടാതെ US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.46-ലാണ്. ഡോളർ ഇൻഡെക്സ് 105 റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഓയിൽ പ്രൈസുകളിൽ ബ്രന്റ് ഉള്ളത് $83-ലാണ്. കാര്യങ്ങൾ മൊത്തത്തിൽ നല്ല രീതിക്കൊക്കെ പോകുമ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് അത്ര നല്ല പെർഫോമൻസ് അല്ല ഇപ്പോൾ കാണിക്കുന്നത്. ഇന്ത്യ വിക്സ് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. ഏപ്രിലിലെ ലോയിൽ നിന്നും ഏകദേശം 72% ഉയർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസിന്റെ റിസൾട്ട് ഇന്നലെ വൈകുന്നേരമാണ് പുറത്തു വന്നത്. അതിനുശേഷം ഇന്നലെ ഡോക്ടർ റെഡ്ഡി ADRൽ അവിടെ US വലിയ രീതിയിലുള്ള ഇടിവാണ് ഉണ്ടാക്കിയത്. 4.8% ഇടിഞ്ഞു. എല്ലാ വാർത്തകളിലേക്കും വരാം. ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ആദ്യം ഇന്ത്യ വിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 9 ദിവസം കൊണ്ട് ഇന്ത്യ വിക്സ് 72% ഉയർന്നത്. ഇന്നലെ 17 മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്ത്. 17.01 എന്ന നിലയിൽ 2.45% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് 52 വീക്ക് ഹൈയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ജൂൺ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ചരിത്രപരമായ പ്രവണതകൾ കാണിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രധാന സംഭവങ്ങൾക്ക് മുൻപ് 25ലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇന്ത്യ വിക്സ് കാണിക്കുന്നത് എന്നാണ്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഗ്രാമീണ ഇന്ത്യയിലെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ സെയിൽസ് നഗരപ്രദേശങ്ങളെ മറികടക്കുന്നതായി നീൽസൺ IQ പറയുന്നു. 2024 ഇന്ത്യൻ FMCG വിൽപ്പന വർദ്ധിച്ചു. കഴിഞ്ഞ 5 പാദങ്ങളിൽ ആദ്യമായാണ് ഗ്രാമീണ ഡിമാൻഡ് നഗരത്തെക്കാൾ വർദ്ധിച്ചത്. ഗ്രാമീണ വിൽപ്പന 7.6% വർദ്ധിച്ചത്. അവശ്യ വസ്തുക്കളുടെ വില ഉയർന്നതാണ് നഗര ചെലവുകളെ ബാധിച്ചത്. പ്രത്യേകിച്ച് പാലും തക്കാളിയും പോലുള്ള അവശ്യ വസ്തുക്കളുടെ വില ഉയർന്നതിനാൽ ഉപഭോക്താക്കൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. ഏതായാലും ഗ്രാമപ്രദേശങ്ങളിലെ ഒരു തിരിച്ചുവരവ് FMCG സെക്ടറിന് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന 1307 കോടി രൂപയാണ്. അതായത് 36.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. അതർ ഇൻകത്തിൽ 133% വർധനമാണ് വന്നിരിക്കുന്നത്. 656 കോടി രൂപയിലാണ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 12.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചത്. 7083 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇതുകൂടാതെ ജനറിക് ബിസിനസ്സിൽ 13% വർധനവാണ് വന്നിരിക്കുന്നത്. 6119.1 കോടി രൂപയിലാണുള്ളത്. എന്നിരുന്നാലും ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഡോക്ടർ റെഡ്ഡി ADR ഏകദേശം 4.8% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി PB ഫിൻടെക് ആണ്. പോളിസി ബസാർ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന 60.19 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 9.34 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 25% വർധനവാണ് വന്നിരിക്കുന്നത്. 1090 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. പ്രീമിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 43%. 5127 കോടി രൂപയിലാണ് പ്രീമിയം ഉള്ളത്. മറ്റൊരു കമ്പനി പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 304.3 കോടി രൂപയാണ്. അതായത് 6.4% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി 71.7 കോടി രൂപ നഷ്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്ട്രോങ് ഓപ്പറേറ്റിംഗ് നമ്പേഴ്സും ലോവർ ഇൻപുട്ട് കോസ്റ്റുമാണ് ഇപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റിലെ വർധനവിന് കാരണമായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 7.9% വർധനവ് രേഖപ്പെടുത്തി 2901.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി JSW എനർജിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 345.3 കോടി രൂപയാണ്. അതായത് 22.4% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 3.2% വർധനവ് 2755.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ലാർസൻ ആൻഡ് ടുബ്രോ, ഹീറോ മോട്ടോകോർപ്പ്, കാനറ ബാങ്ക്, ടാറ്റ പവർ, TVS മോട്ടോർ, ബജാജ് കൺസ്യൂമർ കെയർ, ബാലാജി അംനീസ്, ഭാരത് ഫോർജ്, എസാബ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ്, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി, ഇന്ത്യ ഷെൽട്ടർ ഫിനാൻസ്, കൽപ്പതാരു പ്രൊജക്ട്സ്, പിരാമൽ എന്റർപ്രൈസസ് എന്നീ കമ്പനികൾ. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: പഞ്ചാബ് നാഷണൽ ബാങ്ക്, സി എന്റർടൈൻമെന്റ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബയോകോൺ, GMR എയർപോർട്ട് ഇൻ ഇൻഫ്ര,
വോഡാഫോൺ ഐഡിയ, സെയിൽ എന്നീ കമ്പനികളാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി പതിവ് പോലെ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 10 മണിയോട് കൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. നമ്മുടെ ഇടയിലൊക്കെ ലൈവ് കാണാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടി നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. നിഫ്റ്റിയിലേക്ക് കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിലും സെല്ലിംഗ് പ്രഷർ കാരണം പിന്നീട് ഡൗൺ ആവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ 22,302-ൽ 140 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഏപ്രിൽ 25-ന്റെ ലോങ് ബുൾ ക്യാൻഡലിന്റെ ലോ ആയ 22,300-ന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. അതുമാത്രമാണ് ഒരു പോസിറ്റിവിറ്റി ആയി കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി മെറ്റൽസ് എന്നിവ 3.5%, 2.4% ഇടിഞ്ഞു. ഓവറോൾ ട്രെൻഡ് ഇതോടെ വീക്കായി കഴിഞ്ഞിരിക്കുന്നു. കാരണം നിഫ്റ്റി ഇപ്പോൾ 20-യുടെ EMA ഉള്ള 22,424-ന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല 50-യുടെ EMAയിൽ 22,240-ൽ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി റിവേഴ്സ് ചെയ്യുകയായിരുന്നു. ഹവർലി ചാർട്ടിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേണിൽ സൂചിക നിലവിൽ നെക്ക് ലൈനിന് താഴെയായിട്ടാണ്. അതും ഒരു ബിയറിഷ്നെസിന്റെ സൂചനയാണ്. മാർക്കറ്റ് ഒരു ഉണർവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 20-യുടെ EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കണം. ഡൗൺ സൈഡിൽ 22,000 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,300-ൽ 33% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 547% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,250 സ്ട്രൈക്കിൽ 77% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. പുട്ട് സൈഡിൽ കോൾ സൈഡിൽ 393% വർധനമാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. അടുത്തത് 22,350 സ്ട്രൈക്കിൽ 26% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ പൊസിഷനിൽ കാണുന്നത്. ഇനി കോൾ സൈഡിൽ 388% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിൽ കാണാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ ഒരു ബുള്ളിഷ് മോഡിലാണ് ബാങ്ക് നിഫ്റ്റി ആരംഭിച്ചത്. എങ്കിലും സെല്ലിംഗ് പ്രഷർ കാരണം ബാങ്ക് നിഫ്റ്റി ഒടുവിൽ ഡൗൺ ആവുകയായിരുന്നു. 48,255-ൽ 609 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി 10-20-യുടെ EMAയ്ക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ലോ ആയി 28,342-ഉം ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും ബിയറിഷ്നെസിന്റെ ഒരു സൂചന തന്നെയാണ്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് കോൾ സൈഡിൽ 49,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000-ലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉമാണ്. ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്ക് ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ആണ്. ഫിൻപൈപ്പ് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 284 രൂപയാണ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 300 ആണ്. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വയ്ക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു സജഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക് ഇന്ന് നമ്മൾ F&O സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. M&M 2200 PE നമ്മൾ ഇൻട്രാഡേയിൽ 85-ലാണ് എൻട്രി എടുക്കുന്നത്. 90 വരെയാണ് ഇന്നലെ അപ്പായത്. നല്ല പ്രോഫിറ്റാണ് M&Mൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നത് ഇൻഡിഗോ ആയിരുന്നു. 4000 PE ആയിരുന്നു പറഞ്ഞത്. 134.50 എന്ന നിലയിൽ എൻട്രി എടുത്ത് 164 വരെ അപ്പായി. നല്ല പ്രോഫിറ്റാണ് ഇൻഡിഗോയിൽ ലഭിച്ചത്. അടുത്തത് ITC ആയിരുന്നു. 440 CE ആയിരുന്നു പറഞ്ഞത്. 11.75-ലാണ് എൻട്രി എടുക്കുന്നത്. 13.5 വരെ അപ്പായി.
14 നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. കൂടാതെ ഇന്നലെയും ബാങ്ക് നിഫ്റ്റിയുടെ PE ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അത് ലൈവിലാണ് പറഞ്ഞത്. അതും നല്ല വിജയം തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മാർക്കറ്റിൽ ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങളുടെ വ്യൂ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പുട്ട് ഓപ്ഷൻ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് വലിയ പ്രോഫിറ്റിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിൽ ഇടിവിലേക്ക് പോകുമ്പോഴും നമ്മുടെ ക്യാപിറ്റൽ അവിടെ സേഫാക്കി വെക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS 3668 കോടി രൂപയ്ക്ക് വീണ്ടും വലിയ സെല്ലിങ്ങിലേക്ക് പോയി. DIs ആവട്ടെ 2304 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS സെല്ലിംഗ് മോഡിൽ തന്നെയാണ് എന്നാണ് ഇന്നലത്തെ ഡാറ്റയും കാണിക്കുന്നത്. US മാർക്കറ്റുകൾ ഫെഡറൽ റിസർവിന്റെ ഭാഗത്ത് നിന്ന് റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകൾ കാരണം ഡൗ ജോൺസ് തുടർച്ചയായ 5ാമത്തെ ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. S&P 500 തുടർച്ചയായ 4ാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. S&P 500 0.13% ഉയർന്നത്. ഡൗ ജോൺസ് 0.08% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്ക് 0.10% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. റിസൾട്ടുകൾക്ക് ശേഷം വാൾട്ട് ഡിസ്നി 9.5% ഇടിയുകയുണ്ടായി. ഇനി പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡാറ്റകളിൽ മെയ് 14 പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ PPI ഡാറ്റ പുറത്തു വരാനുണ്ട്. മെയ് 15 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പുറത്തു വരും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇനി വരുന്ന ആഴ്ചയിലെ പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിലുള്ള ഡാറ്റകൾ. ഇനി LSEG ഡാറ്റ പ്രകാരം ഒരു റേറ്റ് കട്ട് മാത്രമാണ് 2024 അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നത്. ഇനി US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.46 താഴ്ന്നിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് 105 ഇന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് ഊബർ, ഷോപ്പിഫൈ എന്നീ കമ്പനികളുടേതാണ്. ഇതോടെ ഏകദേശം 85% S&P 500 കമ്പനികളും ക്വാർട്ടർലി റിസൾട്ടുകൾ പുറത്തുവിട്ടു. ഏകദേശം 80% വാൾസ്ട്രീറ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയായിരുന്നു പുറത്തുവിട്ടത്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ കുതിപ്പിന് മറ്റൊരു കാരണവും ഇത് തന്നെയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വലിയ നഷ്ടമുണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ആയിരുന്നു. 4.80% ഇന്നലെ ഡോക്ടർ റെഡ്ഡി ഇടിഞ്ഞത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.97% ഉയർന്നു. വിപ്രോ 0.48% ഉയർന്നത്. ബാങ്കിംഗ് സൈഡ് വീക്കായിരുന്നു. HDFC ബാങ്ക് 2.27% ഇടിഞ്ഞു. ICICI ബാങ്ക് 1.44% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മേക്ക് മൈ ട്രിപ്പ് 2.83% ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.03% നേട്ടത്തിലും, S&P 500 0.02% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.06% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണി ഇന്നലെയും യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 1.22% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.40% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.99% നേട്ടത്തിലും, സ്റ്റോക്ക് 600 1.15% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. എല്ലാ സെക്ടറുകളും ഇന്നലെ ഗ്രീനിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതിൽ ലീഡ് ചെയ്തത് ഫിനാൻഷ്യൽ സർവീസ് സെക്ടർ തന്നെയായിരുന്നു. 2.62% നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. സ്വിസ് ബാങ്കിംഗ് ജെയിന്റ് UBS അനലിസ്റ്റ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ 9.5% UBS ഉയരുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.09% നേട്ടത്തിലും, CAC 0.14% നേട്ടത്തിലും, FTSE 0.20% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ നേട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് സൗത്ത് കൊറിയൻ മാർക്കറ്റായിരുന്നു. കോസ്പി മാർക്കറ്റ് 2.16% ഇന്നലെ ഉയർന്നത്. മാത്രമല്ല ഇന്നലെ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയില്ല. ഇപ്പോൾ സമയം 6:52 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 22,397.50 എന്ന നിലയിലാണ്. 4 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഒരു 20 മുതൽ 30 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.98% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.09% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.81% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഗാസയിൽ ഒരു വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായതും ചൊവ്വാഴ്ച US തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം നിറയ്ക്കാൻ നീക്കം നടക്കുന്നതും ഇന്നലെ ഓയിൽ പ്രൈസുകൾ ചെറിയ രീതിയിൽ ഇടിയാനുള്ള കാരണങ്ങളായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $82.99 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.07% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. WTI ഉള്ളത് $78.27 പെർ ബാരൽ എന്ന നിലയിൽ 0.14% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ആരും അത് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.